നല്ലൊരു മിൽക്ക് സർബത്തിന്റെ റെസിപ്പി പറഞ്ഞുതരാം. ഒരു ഗ്ലാസ് നിറച്ച് ഐസ് ക്യൂബ് എടുക്കാൻ നെറുനീണ്ടി വയ്ക്കുക, ആവശ്യത്തിന് പാൽ വയ്ക്കാം. എന്നാൽ അങ്ങ് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഈ ചൂടെടുത്ത് വലഞ്ഞ് നിൽക്കുന്ന സമയത്ത് അത് ഇങ്ങോട്ട് കുടിക്കണം. അന്നനാളത്ത് കൂടെ ഇങ്ങോട്ട് ഐസിന്റെ കണിക്ക് വരും. വർത്താനം പറഞ്ഞാൽ നേരം ഉണ്ടാവില്ല. ഇന്ന് കുറേ പരിപാടി ഉണ്ട്. ഇന്ന് 9 ദിവസം വർക്കിന് ശേഷമുള്ള ഒരു വീക്ക് ഓഫ് ആണ്. അതുകൊണ്ട് വെറുതെ ഇരുന്ന് കിടന്നുറങ്ങി സുഖിക്കാന്നൊക്കെ വിചാരിച്ചെങ്കിലും വീട് നിറച്ച് മൊത്തം അലമ്പാക്കിയിട്ടിട്ടുണ്ടായിരുന്നു. ഈ 9 ദിവസം കൊണ്ട് ഞാൻ എന്തൊക്കെയാണ് വരുത്തി വെച്ചേക്കണെന്ന് എനിക്ക് തന്നെ മനസ്സിലാവില്ല. കാരണം ആ രീതിക്കാണ്. എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് പിന്നെ ഫുഡൊക്കെ മുഖ്യമാണല്ലോ. അതുകൊണ്ട് ഉച്ചക്ക് നല്ല നേരിപ്പത്തിനും ചെറുപയറുകറിയും നല്ലൊരു മാന്തപൊരിച്ചും ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി നല്ല മിഷ്ടാനും വെട്ടി വെങ്ങി. ഡയറ്റൊക്കെ ആയതുകൊണ്ട് മാന്തപൊരിച്ചൊക്കെ തിന്നാൻ പറ്റും എനിക്ക് കേട്ടോ. എന്തായാലും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നേരെ ഞാൻ എൻ്റെ അങ്കക്കളത്തിലേക്ക് അങ്ങോട്ട് കാലെടുത്ത് വെക്കാണ്. ഈ ഒരു 9 ദിവസം കൊണ്ട്, 9 ദിവസം എന്നല്ല അതിലും മേലെ ആയിട്ടുണ്ടോ മിക്കവാറും, ആ ഒരു ദിവസം കൊണ്ട് ഞാൻ എൻ്റെ റൂമിൻ്റെ കോലം എന്താ ഏകദേശം ഇക്കാണുന്ന പോലെ കാക്കി ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ എങ്ങനെയാണ് വൃത്തിയാക്കി എടുക്കുക എന്നുള്ളത് ഞാൻ തന്നെ ആലോചിച്ചിട്ട് അന്തം വിട്ടിക്കണ്. കാരണം രാവിലെ പോകുമ്പോൾ ഒരു ഓട്ടപ്പാച്ചില, അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ സംഭവങ്ങളും നമ്മൾ ശ്രദ്ധിച്ചെന്ന് വരില്ല. എന്തായാലും ഇന്ന് ഞാനൊരു പിൻട്രസ്റ്റ് വൈബാക്കി മാറ്റിയിട്ടുണ്ട് മൊത്തത്തിൽ വൃത്തിയാക്കിയതിനു ശേഷം. അപ്പോത്തിന് ഞാനും ഒരു അലമ്പായിട്ടുണ്ട്. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് നേരെ ഫ്രഷ് ആയിട്ട് ഇറൻ്റെ കൂടെ ഇനി ഒരു സ്ഥലത്തേക്ക് പോവാം. എങ്ങോട്ടാന്നല്ലേ, ഇറൻ്റെ മുടി വെട്ടിക്കാൻ വേണ്ടിയിട്ട്. ഓളം മുടിക്ക് ഉള്ളില്ല, വെട്ടണം എന്ന് എല്ലാവരും പറയണേ. എന്നാ പിന്നെ അങ്ങ് വെട്ടി ജയറാമാക്കാന്ന് കരുതി. അങ്ങനെ ജയറാമാക്കാക്കിയതിന് ശേഷം നേരെ നമ്മൾ വീട്ടിലെത്തിയതാ. അപ്പോൾ അളിയാക്ക ചായ കുടിക്കാൻ പോവാന്ന് പറഞ്ഞു. പിന്നെ ചായ കുടിക്കാനും പോയി. അരീക്കാട് മോഡൻ്റെ അവിടെ ചായവാല ഒടുങ്ങിയിട്ടുണ്ട്. നമ്മൾ പോയപ്പോൾ അവിടെ കറക്റ്റ് കറണ്ട് പോയി. അതിൻ്റെ ശേഷം നമ്മൾ കുറേ നേരം കാത്തിരുന്നതിനൊക്കെ ശേഷമാണ് നമുക്ക് ചായക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും നല്ല ചായയും കടിയൊക്കെ തന്നെയാണ്. പക്ഷേ ഈ ബർഗർ കുറച്ച് അധികം സ്പൈസി ആയിരുന്നു. അതിനോട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ കറണ്ടൊക്കെ വന്ന് മൊത്തത്തിലൊരു നല്ല വൈബുണ്ട്. കുറേ സ്പേസ് ഒക്കെ ആയിട്ട് നമുക്ക് ഇരുന്നും കിടന്നൊക്കെ ചായ കുടിക്കാനുള്ള നല്ല രീതിക്കുള്ള സ്ഥലമുണ്ട്. എന്തായാലും അവിടത്തൊക്കെ ചായവാലിനെക്കാട്ടും എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത്. അപ്പം അത്രേ ഉള്ളൂ. ശരി, നാളെ കാണാം. ബായ്.